Gauss's law in dielectric del dot D is equal to rho f. D എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റും റോ എഫ് എന്ന് പറയുന്ന അവിടുത്തെ ഫ്രീ സർഫസ് ചാർജ് ഡെൻസിറ്റിയുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സമയത്ത്, ഇക്വേഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു ഡി വെക്റ്റർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ഡി എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഫ്രീ ചാർജസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്രീ ചാർജസ് ഉള്ളിടത്ത് മാത്രമേ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഉള്ളൂ. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന രീതി പറയുമ്പോൾ ഫ്രീ ചാർജസ് വേണം, മൂവ്മെന്റ് വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു തരത്തിലാണ് അവിടെ പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്തു, ഡയറക്ട്ലി അതൊരു ഫ്രീ ചാർജസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരുന്നത്. ബട്ട് കുറച്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയ സമയത്ത് എന്ത് ചെയ്തു, ഇത് ഈ ഒരു ഡി എന്ന് പറയുന്നത് ഫ്രീ ചാർജസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് എന്ത് ചെയ്യുന്നു, ചില ഡയലക്ട്രിക് മെറ്റീരിയൽസിൽ ഫ്രീ ചാർജസ് ഇല്ലാത്തതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ്, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ കിട്ടി, അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റിന് അവിടെയെല്ലാം നമുക്ക് എന്തുണ്ട്, വാല്യൂസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഫ്രീ ചാർജസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ഫ്രീ ചാർജസ് ഇല്ലാത്ത മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസൻസ് കാണിക്കാൻ പറ്റും. ഈ ഫ്രീ ചാർജസ് ഇല്ലാത്ത മെറ്റീരിയൽ ഇലക്ട്രക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, ബാരിയം ടൈറ്റനേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അപ്പോൾ അത് ഇലക്ട്രിക് എന്ന് പറയും. അപ്പോൾ അതെന്തില്ല, ഫ്രീ ചാർജസ് ഇല്ല, ബട്ട് അതിന് എന്തുണ്ട്, പെർമനന്റ് ഇലക്ട്രിക് പോളറൈസേഷൻ ഫീൽഡ് ഉണ്ട്, പെർമനന്റ് ഇലക്ട്രിക് പോളറൈസേഷൻ ഡൈപോൾ ഉണ്ട്. കാരണം അതായത് ഈ ഒരു മെറ്റീരിയലൊക്കെ, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസിലൊക്കെ നമ്മൾ പോളറൈസേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം മൂവ് ചെയ്താൽ എന്ത് ചെയ്യും, അതിൽ ആ ഒരു പോളറൈസേഷൻ ഫീൽഡ് ക്യാച്ച് ചെയ്ത് നിൽക്കും. അത് നമ്മളിപ്പോൾ ഒരു അയൺ നെയിലിന്റെ അടുത്ത് ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ആ മാഗ്നറ്റിനെ റിമൂവ് ചെയ്ത് എന്ത് ചെയ്യും, ആ ഒരു അയൺ നെയിലിനും ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അത്തരത്തിൽ തന്നെ ഈ ഒരു ഇലക്ട്രിക് എന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസിനൊക്കെ ഈ ഒരു പോളറൈസേഷൻ ഫീൽഡ് ഹോൾഡ് ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പോളറൈസേഷൻ ഫീൽഡ് കൊടുത്തു, അതാണ് നമ്മൾ ഈ സ്റ്റാറ്റിക് ചാർജ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യും. സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് പേപ്പർ ബിറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ 12th ഫസ്റ്റ് പഠിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണത്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു പ്ലാസ്റ്റിക് സ്കെയിലിലോട്ട് നമുക്ക് ഇതിന്റെ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റി, ചാർജിനെ പോളറൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റി, സ്റ്റോർ ചെയ്യാൻ പറ്റി. അപ്പോൾ അത്തരത്തിലാണ് പറഞ്ഞത് അവിടെ ഫ്രീ ചാർജസ് ഇല്ല. ഫ്രീ ചാർജസ് ഇല്ല കാരണം അത് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്, ഫ്രീ ചാർജസ് ഇല്ല. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ഈ ഒരു കേസ് യൂസ് ചെയ്തിട്ട്, ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് അത് പോളറൈസേഷൻ ഫീൽഡ് ക്യാച്ച് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ബാറ്ററി സോഴ്സ് പോലെ എന്ത് ചെയ്തു, അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട് ഉള്ള ടേംസ് എന്ന് പറയുന്നത്. നമുക്ക് അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഫ്രീ ചാർജസിന് മാത്രമല്ല, ഫ്രീ ചാർജസ് ഇല്ലാത്ത മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഡിപ്പെൻഡൻസി കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് അവിടെ താഴെ ഉണ്ട്. അതായത് ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ റോ ബൈ എപ്സിലോൺ 0. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡൈവേർജൻസ് മാത്രം വെച്ചിട്ടൊരു വെക്റ്റർ ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കേൾ എടുക്കേണ്ടി വരും. ബട്ട് കേൾ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രോബ്ലം, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന് എക്സ്പ്രസ് ചെയ്യാം. അതുപോലെ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇത് ഈ രണ്ട് ടേംസിലും ഈ ഇ എന്ന് പറയുന്നത്, ഇപ്പോൾ ഡെൽ ഡോട്ട് ഇ is equal to rho by epsilon 0, അതുപോലെ ഡെൽ ക്രോസ് ഇ is equal to 0. ഇതിലൊക്കെ ഈ ഇ എന്ന് പറയുന്ന വെക്റ്റർ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അത് നമുക്ക് എന്ത് ചെയ്യാം, കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ യൂസ് ചെയ്ത് ഡെറൈവ് എടുക്കാൻ പറ്റും. ഓക്കെ, കൂളം ഇൻവേഴ്സ് സ്ക്വയർ ലോ ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ Q ബൈ ആർ സ്ക്വയർ. ഈ ഒരു ടേംസ് ഒക്കെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് നമുക്ക് ഈ ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ടേംസ് ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല, ഈ ഇക്വേഷൻസ് അവിടെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ടേംസ് അവിടെ വാലിഡിറ്റി ഇല്ല. കാരണം മനസ്സിലായല്ലോ, ഈ ഒരു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇൻവേഴ്സ് സ്ക്വയർ ലോ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ട് ചാർജസ് തമ്മിലുള്ള ഇന്ററാക്ഷനോ അങ്ങനെയൊന്നുമല്ല ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, നമ്മൾ അവിടെ ഈ ഒരു കൂളംസ് ലോ അവിടെ യൂസ് ചെയ്യാത്തത്. അതുപോലെ തന്നെ ഈ ഡെൽ ക്രോസ് ഇയുടെ വാല്യൂ എന്തായിരിക്കത്തില്ല, ഡെൽ ക്രോസ് ഇയുടെ വാല്യൂ അവിടെ 0 ആയിരിക്കത്തില്ല. ഇതിപ്പോ നമ്മൾ ആ ഡിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് ആ ഒരു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ ഒരു റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡും ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡി, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഈ ഒരു ഇതൊന്ന് ഇവിടെ കൊടുത്തു നോക്കാം. ഡെൽ ക്രോസ് ഇ എന്നുള്ള വാല്യൂ ഒന്ന് ഇവിടെ കൊടുത്തു നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡെൽ ക്രോസ്
is equal to epsilon 0 del cross ഇ എന്ന് കിട്ടും. അതുപോലെ തന്നെ അവിടെ ഒരു ടേം കൂടി വരും. നമുക്ക് ഈ പോളറൈസേഷൻ ടേം കൂടി എന്ത് ചെയ്യേണ്ടി വരും? കാരണം പോളറൈസേഷന്റെ ഡിപ്പെൻഡൻസി ഉള്ള ഫാക്ടറാണ് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ കൂടെ നമ്മൾ പോളറൈസേഷന്റെ ക്രോസ് പ്രോഡക്റ്റ് കൂടി എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ രണ്ട് ടേംസ് ആയിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യത്തില്ല, ഡെൽ ക്രോസ് ഈ 0 ആണെന്ന് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡെൽ ക്രോസ് ഈ ഒരിക്കലും 0 ആകത്തില്ല. ഡെൽ ക്രോസ് ഇക്ക് എന്തുണ്ട്? വാല്യൂസ് ഉണ്ട്. ഇതിപ്പോ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഈ പോളറൈസേഷൻ ടേം കൂടി നമുക്ക് അവിടെ വരുന്നുണ്ട്. പോളറൈസേഷൻ നമുക്ക് ഡെൽ ക്രോസ് ഈ 0 എന്ന് എടുക്കാം. ഡെൽ ക്രോസ് ഈ 0 ആയി പോകും. ബാക്കി എന്ത് വരും? ഈ ഒരു പോളറൈസേഷൻ ടേം അവിടെ ഇൻക്ലൂഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് പറഞ്ഞ് ഡെൽ ക്രോസ് ഇയുടെ വാല്യൂ എന്താകത്തില്ല? 0 ആയി പോകത്തില്ല. അതുപോലെ നമുക്ക് ഇയുടെ വാല്യൂ നമുക്ക് പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ബി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ബട്ട് നമുക്ക് ഈ പൊട്ടൻഷ്യലുമായിട്ട് ഒരു റിലേഷൻ നമുക്ക് ഡീക്കില്ല. പിന്നീട് ഈ ഒരു ഡി കണ്ടുപിടിക്കേണ്ട നെക്സ്റ്റ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഈസ് ഈക്വൽ ടു ക്യൂ എഫ് എൻക്ലോസ്ഡ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെറൈവ് ചെയ്ത കുറച്ച് ഇക്വേഷൻസ് ആണ്. എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെറൈവ് ചെയ്ത ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഇക്വേഷൻസ് ഇതിന്റെ യൂസ് എന്താണ്. അപ്പൊ ഈ ഒരു ക്യൂ എൻക്ലോസ്ഡ് വാല്യൂ വെച്ച് നമുക്ക് സിമെട്രി ഉള്ള എലമെന്റ്സ്, അതായത് പ്ലെയിൻ സിമെട്രി, സിലിണ്ടറിക്കൽ സിമെട്രി, സ്ഫെറിക്കൽ സിമെട്രി, ഇതൊക്കെ ഉള്ള എലമെന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ഡിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ക്യൂ എൻക്ലോസ് എന്ന് വെച്ചാൽ ചാർജ് എൻക്ലോസ് എന്നാണ് മീനിങ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വാല്യൂസ്. കാരണം നമുക്കിപ്പോൾ ഒരുപാട് വലുതായി ഡീപ്പ് ചെയ്ത് ഡിയെ കുറിച്ച് പഠിക്കാനില്ല, ആ ഒരു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ്. ബട്ട് നമ്മൾ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇയെ കുറിച്ച് ഒരുപാട് ഡെഫിനിഷൻ പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഡിസ്റ്റൻസ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ബട്ട് ഇവിടെ എന്ത് ഒരു ഷോർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആ ഡിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡെറിവേഷൻ എഴുതിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ മാത്രം ഇവിടെ പറയുന്നു. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കുക ഡിയുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ലീനിയർ ഡയലക്ട്രിക്കിനെ കുറിച്ചാണ്. ലീനിയർ ഡയലക്ട്രിക് എന്താണ്? ലീനിയർ ഡയലക്ട്രിക് നോക്കാം. നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഞാൻ ഇപ്പോൾ ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുവാണ്. ഈ ഒരു ബോഡിയിൽ ഞാൻ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരുപാട് കുറവാണ്. പോളറൈസേഷൻ വരാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്താണ് ഇവിടെ പോളറൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കൊടുത്ത ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്താണ്? തീരെയും കുറവാണ്. കൊടുത്ത ഇന്റൻസിറ്റി തീരെയും കുറവാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഇന്റൻസിറ്റി ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പോളറൈസേഷൻ, അതായത് എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ കിട്ടുന്ന പോളറൈസേഷൻ എന്ന് പറയുന്നത്. പോളറൈസേഷൻ തിരിച്ചു എഴുതാം. പോളറൈസേഷൻ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. അവർ കണ്ടീഷൻ പറയുന്നുണ്ട് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അവിടെ കുറവായിരിക്കും. കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് തീരെയും കുറവായിരിക്കണം. ഒരുപാട് സ്ട്രോങ് ആവാൻ പാടില്ല. കുറവെന്ന് വെച്ചാൽ എമൗണ്ട് കുറവെന്നല്ല, ഇന്റൻസിറ്റി കുറവായിരിക്കും. സ്ട്രെങ്ത് ആവാൻ പാടില്ല. ഓക്കെ, സ്ട്രെങ്ത് കുറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊടുക്കുന്ന സമയത്തോടെ എന്ത് ചെയ്യും? പോളറൈസേഷൻ ഈ ഒരു ഫീൽഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, തിരിച്ചെഴുതുന്നത് എങ്ങനെ എഴുതും? കാരണം പോളറൈസേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡിന് ഇതാവുന്നത്. കാരണം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുള്ളൂ? പോളറൈസേഷൻ അവിടെ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈ ഒരു പ്രൊപ്പോർഷണലിറ്റി മാറ്റം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ പി വെക്ടർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 psi ഈ വെക്ടർ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൊപ്പോർഷണലിറ്റി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്ത കോൺസെപ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് ഒബേ ചെയ്യുന്ന ഡയലക്ട്രിക്സ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റീരിയൽസ് നമ്മൾ പറയുന്നത് ലീനിയർ ഡയലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് അവിടെ പോളറൈസേഷൻ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ പോളറൈസേഷൻ ഇലക്ട്രിക് ഫീൽഡിനെ ഡയറക്ട്ലി അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം ഇക്വേഷൻസ് ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മളിവിടെ ലീനിയർ ഡയലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നോക്കുക. ലീനിയർ ഡയലക്ട്രിക് മെറ്റീരിയൽസ് 1 മാർക്കിനെ ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ആർ ലീനിയർ ഡയലക്ട്രിക് മെറ്റീരിയൽസ്? അപ്പൊ ഈ ഒരു ഇക്വേഷൻ എഴുതുക, അതുപോലെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. If the electrical intensity is not too strong, then the polarization is directly proportional to the electric field E. Okay.
ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ് നമുക്ക് നോക്കേണ്ടത്. കാരണം നമ്മളിപ്പോ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ പറയുന്ന ടേംസ് ആയിരുന്നു പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, സബ്സെപ്റ്റബിലിറ്റി, ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കണ്ടല്ലോ, ഈ ഇക്വേഷനിൽ ഇവിടെ ഈ സൈ ഇ എന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു ടേമിനാണ് പറയുന്നത് സൈ എന്നാണ് വായിക്കുന്നത്, സൈ ഇ. ഈ പറഞ്ഞ ഈ ടേം ആണ് എന്ത്, ഇവിടുത്തെ ഇലക്ട്രിക് സബ്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് സബ്സെപ്റ്റബിലിറ്റി. ആ ഒരു ടേം എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് സബ്സെപ്റ്റബിലിറ്റി. അപ്പൊ ഈ ഒരു ടേം ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഈ ഒരു മെഷർമെന്റ്സ് ആണ്, അത് എത്രത്തോളം നമുക്ക് ഈ ഒരു ഡയലക്ട്രിക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു സെൻസിറ്റീവ് ആണല്ലേ, എത്രത്തോളം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും. is the quantitative measure of extent to which electric field applied to a dielectric material can polarization. അതായത് എത്രത്തോളം ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിന് പോളറൈസേഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു വാല്യൂ, ഒരു ഡയമെൻഷൻലെസ് വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ ഈ ഒരു സസെപ്റ്റബിലിറ്റി എന്ന ഫാക്ടറിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി ഉണ്ട്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഉണ്ട്, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കും. അപ്പൊ ഇതിപ്പോ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എന്താണ്, ഇതൊരു മെഷർമെന്റ് ആണ്, എത്രത്തോളം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഫസ്റ്റ് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് നോക്കും, അടുത്ത് കുറച്ചുകൂടി കൂട്ടി നോക്കും, കൂട്ടി കൂട്ടി വരുമ്പോൾ എത്രത്തോളം എക്സ്റ്റെൻഡ്, ഏതൊരു എക്സ്റ്റെൻഡ് വരെ എത്തുന്ന സമയത്താണ് അവിടെ കറക്റ്റ് ആ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്, പോളറൈസേഷൻ കിട്ടുന്നത്. ആ ഒരു പോളറൈസേഷൻ എത്ര ഫീൽഡ് എത്തുമ്പോൾ കിട്ടും. അപ്പൊ ആ ഒരു മെഷർമെന്റിന് എന്ത് പറയുന്നത്, ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് മാക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ഡയലക്ട്രിക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡയലക്ട്രിക്കിന്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, അതിന്റെ കോമ്പൗണ്ട്, ആറ്റം, അങ്ങനെ ആ ഒരു അറേഞ്ച്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് എന്ത് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരു ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന മെറ്റീരിയൽ ചിലപ്പോൾ പെട്ടെന്ന് പോളറൈസേഷൻ ഫീൽഡ് ഉണ്ടാവും, ചിലപ്പോൾ പതുക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി ഒരു സസെപ്റ്റബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ടെമ്പറേച്ചർ വേരി ചെയ്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ദാറ്റ് ഈസ് ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ഡയലക്ട്രിക് മെറ്റീരിയൽ ആൻഡ് ഓൾസോ ടു എ എക്സ്റ്റേണൽ കണ്ടീഷൻ ലൈക്ക് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാത്രം, ഇനിയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ ടെക്സ്റ്റിൽ ആകെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറും ഈ ഒരു ടെമ്പറേച്ചർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എ മെഷർമെന്റ്സ് ഓഫ് പോളറൈസബിലിറ്റി. സസെപ്റ്റബിലിറ്റി ഈസ് എ മെഷർ ഓഫ് പോളറൈസബിലിറ്റി എന്ന് പറയാം. കാരണം പറഞ്ഞല്ലോ, കാരണം ആ ഒരു എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ പോളറൈസേഷൻ കോസ് ആവുന്നത്. ആ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സൈയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഒരുപാട് പോളറൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ, P is directly proportional to psi E എന്നാണ്, എല്ലാം കറക്റ്റ് ലീനിയർ റിലേഷൻ അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും, സൈ കൂടി കഴിഞ്ഞാൽ അത്രത്തോളം പോളറൈസേഷൻ കൂടും. ഇലക്ട്രിക് ഫീൽഡ് കൂടി കഴിഞ്ഞാൽ അത്രത്തോളം ഇവിടെ പോളറൈസേഷൻ കൂടും. അപ്പൊ ഇവിടെ ഏത് ഫാക്ടർ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, പോളറൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയാലേ തിരിച്ചെത്ത വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും നോക്കുക. നമ്മൾ പഠിച്ച രണ്ട് ടേം ആണ്, ലീനിയർ ഡയലക്ട്രിക് എന്താണെന്ന് നോക്കി, ദെൻ ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി എന്താണെന്ന് നോക്കി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അപ്പൊ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ സീറോ, പെർമിറ്റിവിറ്റി വാക്യൂമിലുള്ള പെർമിറ്റിവിറ്റി ആണ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർമിറ്റിവിറ്റി അതുപോലെ തന്നെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്ത് ചെയ്തു, നോക്കിയിരുന്ന ഒരു ടേം ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ്, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്താണെന്ന്. അതായത് ഇപ്പോ ഈ പെർമിറ്റിവിറ്റി എന്ന് മീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് നമ്മളിപ്പോ എന്ത് ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഒപ്പോസിഷൻ ഓഫർ ചെയ്യും. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഒപ്പോസിഷൻ എന്ത് ചെയ്യും, അത് ഓഫർ ചെയ്യും, അത് ഇറ്റ് സെൽഫിനെ എന്ത് ചെയ്യും, ഓഫർ ചെയ്യും. അപ്പോൾ ആ ഒരു ഓഫർ ചെയ്യുന്ന ആ ഒരു ഒപ്പോസിഷൻ ആണ് എന്ത് പറയുന്നത്, പെർമിറ്റിവിറ്റി എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതിപ്പോ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആവുന്ന സമയത്ത് അത് എപ്സിലോൺ സീറോ എന്ന ടേംസിലോട്ട് പോകും, പെർമിറ്റിവിറ്റി ഇൻ വാക്യൂം. ദെൻ എപ്സിലോൺ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റിവിറ്റി ആണ്, അതൊരു മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി divided by relative permittivity in absolute permittivity which is equal to epsilon. അതിനെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ആർ എന്ന് പറയുന്നത്, എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈ ഒരു ഇക്വേഷനിൽ ദാറ്റ് ഈസ്
D is equal to epsilon 0 E vector plus P. ഇതാണ് നമ്മുടെ റിലേഷൻ. നമ്മുടെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റും പോളറൈസേഷനും ഇലക്ട്രിക് ഫീൽഡ് ആ 3 വെക്ടേഴ്സ് ആയിട്ട് വരുന്ന റിലേഷൻ ആണ് ടി is equal to epsilon 0 E vector plus P vector. നമ്മൾ കഴിഞ്ഞ നേരത്തെ ഡെറിവേഷൻ എഴുതുന്നുണ്ടല്ലോ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പ്ലസ് പോളറൈസേഷൻ ഫീൽഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇക്വേഷൻ ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു പെർമിറ്റിവിറ്റിയുടെ കണ്ടീഷൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പെർമിറ്റിവിറ്റി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ നമുക്ക് എപ്സിലോൺ 0 ഇവിടെ ഉണ്ട്. ദെൻ പിക്ക് പകരം എന്ത് ചെയ്യാം, പിക്ക് പകരം എപ്സിലോൺ 0 psi e എന്ന് കൊടുക്കാൻ പറ്റും, which is equal to that is epsilon 0 E vector plus എന്ത് വരും, നെക്സ്റ്റ് എപ്സിലോൺ 0 psi e വെക്ടർ എന്ന് കിട്ടും. രണ്ട് ഇക്വേഷൻ ഇയിലോട്ട് മാറി. അപ്പോൾ നമുക്ക് ഈ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഫസ്റ്റ് എപ്സിലോൺ 0 ഉണ്ട്, എപ്സിലോൺ 0 പുറത്തെടുത്തു, എപ്സിലോൺ 0 ഇയും പുറത്തെടുക്കാം. ഈ ബാക്കി എന്തുണ്ട്, 1 പ്ലസ് psi e എന്ന് കിട്ടും, 1 പ്ലസ് psi e. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് that is d is proportional to e എന്നിട്ട് d is proportional to e. അതുപോലെ എങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് that is d is equal to എപ്സിലോൺ e എന്ന് മാറ്റാം, മറ്റേ എപ്സിലോൺ e. അവിടുത്തെ ഈ എപ്സിലോൺ വാല്യൂ ആണ് ഈ കിടക്കുന്നത്, കണ്ടല്ലോ, ഈ കിടക്കുന്ന എപ്സിലോൺ 0 1 പ്ലസ് is equal to എപ്സിലോൺ 0 1 പ്ലസ് psi e, 1 പ്ലസ് psi e into e വെക്ടർ. ഈ ഒരു എപ്സിലോണിന് പകരമുള്ള ടേം ആണ് ഇത്, that is എപ്സിലോൺ is equal to എപ്സിലോൺ 0 into 1 plus psi e. ഇനി നമുക്ക് ഈ എപ്സിലോൺ വെച്ചിട്ട് റിലേഷൻ എടുക്കാം. നമുക്കിപ്പോൾ നമ്മൾ ഇത് ചെയ്തു വന്നാൽ നമുക്ക് എപ്സിലോൺ റിലേഷൻ വേണം, ഈ ഒരു അബ്സോല്യൂട്ട് പെർമിറ്റിവിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ വേണം. അതിനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇപ്പോൾ ഈ ഒരു ഡെറിവേഷൻ ഇവിടെ എടുത്തുകൊണ്ട് വന്നത്. ദാറ്റ് ഈസ് ഇതൊന്ന് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും, എപ്സിലോൺ ബൈ എപ്സിലോൺ 0 which is equal to 1 plus psi e എന്ന് കിട്ടും. ഇതിനാണ് എന്ത് പറയുന്നത്, എപ്സിലോൺ ബൈ എപ്സിലോൺ 0 is called റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ഇത് പെർമിറ്റിവിറ്റി ഓഫ് ദ ഡൈഇലക്ട്രിക്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി, ഇത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇത് നമുക്ക് വാല്യൂസ് കാണും. ഈ ഒരു എപ്സിലോൺ ഓരോ മെറ്റീരിയൽസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മെറ്റീരിയലിനും ഓരോ വാല്യൂസ് കാണും. ആൻഡ് ഇതിന്റെ റേഷ്യോക്ക് നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അവിടെ കിട്ടും. അപ്പോൾ ഇതാണ് ഒരു അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റി റിലേഷൻ. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാം, find the relation between absolute permittivity and relative permittivity, that is epsilon by epsilon 0 is equal to epsilon r. ഇതാണ് അവിടുത്തെ റിലേഷൻ. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ആ റിലേഷൻ കിട്ടുന്നത് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഈക്വൽ ടു എപ്സിലോൺ ആർ എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമ്മുടെ ഈ ഒരു സസെപ്റ്റിബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ ആണ്, കണ്ടോ. അതിവിടെ ഡയറക്റ്റ് കിട്ടുന്ന റിലേഷൻ ആണ്, ദാറ്റ് ഈസ് എപ്സിലോൺ 0 ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 1 പ്ലസ് psi e എന്നുണ്ട്. ഈ 1 പ്ലസ് psi ക്ക് പകരം എന്ത് ചെയ്യാം, ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്, രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇതും കൂടി നമുക്ക് കമ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് psi e എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് അവിടുത്തെ കേസ് നമുക്ക് കിട്ടുന്ന റിലേഷൻ. ഇത് ശരിക്കും ഈ ഒരു ഡെറിവേഷനും ചോദിക്കാം, ഇതുവരെയും ചോദിക്കാം, താഴത്തെയും ചോദിക്കാം. അത് ചോദിക്കുന്നതനുസരിച്ച് ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. രണ്ട് ഇക്വേഷൻ കൂടി കമ്പൈൻ ചെയ്ത് എഴുതിക്കുന്നത് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് psi, ദാറ്റ് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് relative permittivity and epsilon r and the electric susceptibility. Okay, then next ഇതിൽ നോക്കേണ്ടത് സെക്കൻഡ് നമുക്ക് കുറച്ച് ബൗണ്ടറി കണ്ടീഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്തിരുന്നു ഈ ഒരു ബൗണ്ടറി കണ്ടീഷനെ കുറിച്ച്. അത് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്നു, ആ ഒരു ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന 4 ബൗണ്ടറി കണ്ടീഷൻസ് നമ്മളിവിടെ പഠിച്ചു. അപ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിലേഷനിലോട്ട് മാറ്റാൻ പറ്റും. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ആ ഡെറിവേഷൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല, അത് ഡെറിവേഷൻ അല്ല ശരിക്കും. അവിടെ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു ഫിഗർ ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഈ ഒരു കണ്ടീഷൻ എടുക്കുന്നത്. ദാറ്റ് ഈസ് അവിടെ നമ്മൾ ഇക്വേഷൻ ബൗണ്ടറി കണ്ടീഷൻ ആയിട്ട് ഓവർ ദ ക്ലോസ് സർഫസ് ഇന്റഗ്രൽ
E dot dA is equal to 1 by epsilon 0 Q enclosed എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് പഠിച്ച Q enclosed. നമ്മൾ ഫിൽ ബോക്സിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ എടുത്തു. അതിനുശേഷം അത് പറഞ്ഞു ഒരു ഡൗൺവേർഡ് എന്ന്, ഇതൊരു പ്ലെയിൻ ആണ്. ഈ ഒരു പ്ലെയിനിൽ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ട് പോവുകയാണ്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയം പാസ് ചെയ്ത് പോകുന്നത്, ഒരു ബൗണ്ടറി പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ദാറ്റ് ഈസ് ഈ പെർപെൻഡിക്കുലർ എബോ ഇവിടുത്തെ ഫീൽഡ്, ഈ പെർപെൻഡിക്കുലർ ഫീൽഡ് മൈനസ് ഈ പെർപെൻഡിക്കുലർ ബിലോ which is equal to സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടി. സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പൊ ഇതായിരുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് നമുക്ക് അവിടെ കിട്ടിയ റിലേഷൻ. അപ്പൊ ഇതിപ്പോ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു സിഗ്മ ഇ എന്നെടുക്കാം. സിഗ്മ ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു സിഗ്മ അല്ല എപ്സിലോൺ ഇ എന്നെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ ഡി എൻ വൺ എന്ന് കൊടുക്കാം. നമ്മൾ പെർപെൻഡിക്കുലറും അത് കാണിക്കാം. ഇവിടെ നമുക്ക് എബോ പെർപെൻഡിക്കുലർ എബോ എന്ന് കൊടുത്തതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതിനെ കൂടി മാറാതിരിക്കാനായിട്ട് ഇവിടെ എൻ എന്നും വൺ എന്നും കൊടുക്കുന്നു. ഡി എൻ വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ കമ്പോണന്റും വണ്ണ് ഡിപ്പെൻഡ് കാണിക്കുന്നതിന്റെ ഫസ്റ്റ് മീഡിയം എന്നാണ്. ഇവിടെ നമുക്ക് മീഡിയത്തിന്റെ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, മീഡിയം റിലേഷൻ കാണിക്കാണ് എൻ വണ്ണും കൊടുക്കുന്നത്. മൈനസ് ഡി എൻ ടു ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എന്ന് കൊടുക്കാം. ഓക്കെ, സിഗ്മ എഫ്. അതായത് ഈ എപ്സിലോൺ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് മാറും. ഈ ഒരു എപ്സിലോൺ ഇവിടെ ഈ എപ്സിലോൺ എന്ത് ചെയ്തു, ഈ ഒരു എപ്സിലോൺ ഞാൻ എന്താ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. കണ്ടോ, എപ്സിലോൺ 0 ഇ എപ്സിലോൺ 0 ഇ. എപ്സിലോൺ 0 ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ആണ്. കാരണം അങ്ങനെ ആ റിലേഷൻ മാറ്റി എഴുതിയത്. ദാറ്റ് ഈസ് ഡി എൻ വൺ മൈനസ് ഡി എൻ ടു ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ദ ഇക്വേഷൻ ഫോർ ദ പെർപെൻഡിക്കുലർ കമ്പോണൻസ്. പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻ. ഇനി സെക്കൻഡ്ലി ഈ സെക്കൻഡ് കണ്ടീഷൻ വരുന്നത് നമുക്ക് ഇതിന്റെ പാരലൽ കമ്പോണൻസ് വെച്ചിട്ട് റിലേഷൻ വേണം. അപ്പോൾ ഈ പാരലൽ കമ്പോണൻസ് ആയിട്ട് വരുന്ന റിലേഷൻ അവിടെ നമുക്ക് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഡി, ഇത് പാരലൽ ആണ്. പാരലൽ ഫസ്റ്റ് മീഡിയം, ഡി പാരലൽ ഓൺ ദ ഫസ്റ്റ് മീഡിയം മൈനസ് ഡി പാരലൽ ഓൺ ദ സെക്കൻഡ് മീഡിയം which is equal to polarization on the parallel component first medium and polarization on the second medium. Okay, അപ്പോൾ ഇതാണ് അവിടുത്തെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ. ഇതപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് കിട്ടും. ഇത് നമ്മൾ പോളറൈസേഷന്റെ ടേംസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിലേഷൻ അവിടെ എടുക്കുന്നത് ഡയലക്ട്രിക്കിന്റെ പാരലൽ കമ്പോണൻസ്. അപ്പോൾ ഇതില് ഫസ്റ്റ് കേസിൽ നമുക്ക് ആ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ കേസ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സെക്ഷനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഇലക്ട്രിക് ഫീൽഡ് കൂടി നമുക്ക് എന്തുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ടേംസ് ഇലക്ട്രിക് ഫീൽഡ് ടേംസ് കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ പറയുമ്പോൾ മറ്റേ ഇലക്ട്രിക് ഫീൽഡ് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് ജസ്റ്റ് ഇതിന്റെ കേസ് മാത്രം പറഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് മാത്രം. ബട്ട് ഈ ഒരു സെക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും പറയണം. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു കേസ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടോ നോക്കി. ടെക്സ്റ്റ് ഇല്ല, ഡെറിവേഷൻ ഡയറക്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഡെറിവേഷൻ കിട്ടുവാണെങ്കിൽ എടുത്ത് അയച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെ മാത്രമേ ഉള്ളൂ, മെയിൻ ടെക്സ്റ്റ് നമുക്ക് കണ്ടുമില്ല. നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ അയച്ചത് എങ്ങനെയാ വരുന്നുള്ള കണ്ടീഷൻ. ഇത് രണ്ടും ഫസ്റ്റ് ഇക്വേഷനും. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ആണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്, കണ്ടീഷൻ അല്ല, മൂന്നാമത്തെ ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കൂടി എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒരു ടേംസ്, ഈ N1 N2 ആ ഒരു ടേംസിൽ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അത് കാരണം റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ബട്ട് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ നോക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ ആ ഒരു ടേമിൽ എന്തുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, പോളറൈസേഷൻ ഫീൽഡും ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ കണ്ടീഷൻ കൂടി അവിടെ പറയേണ്ടി വരും, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോഴുള്ള കേസിൽ. അതുകൊണ്ട് ഇൻ ടേംസ് ഓഫ് electric displacement, that is boundary condition for D and E can be stated as En1 minus En2. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്, ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം, which is equal to sigma by epsilon 0, sigma by epsilon 0, യുടെ വാല്യൂ sigma by epsilon 0. And fourth Et1 minus Et2, which is equal to ഇത് വരും സീറോയിലേ വരത്തുള്ളൂ, കാരണം പാരലൽ കമ്പോണൻസ് എപ്പോഴും സീറോ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ. ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡിൽ പഠിച്ച ആ ഇക്വേഷൻ തന്നെ ഇൻ ടേംസ് ഓഫ് ഈ ഒരു T1 N1 ആ ഒരു റിലേഷനിൽ എന്ത് ചെയ്യണം, മാറ്റി എഴുതേണ്ടി വരും, അത്ര മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഇവിടെ ഒരു പോളറൈസേഷൻ ടൈം നമുക്ക് എന്ത് ഇൻക്ലൂഡ് ആയിട്ട് വരും. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ വെച്ചുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ മോഡിഫൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഒരു ഇത്രയും ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് ഉണ്ട്, 1 2 3 4 4 ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഈ 4 ഇക്വേഷൻസ് ആണ് എന്ത് ചെയ്തത്, നമുക്ക് അവിടെ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഡിയുടെയും ഇയുടെയും ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു ബൗണ്ടറി പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ഡൈഇലക്ട്രിക് എന്നൊരു ഡെറിവേഷൻ കൂടി ഉണ്ട്, ഒരു ചെറിയ ഡെറിവേഷൻ ആണ്. അവിടെ പറയുന്നത് that is the homogeneous linear dielectric the bound charge density rho b is proportional to the free charge density rho f. അവിടെ കിട്ടുന്ന ഈ ഒരു ബൗണ്ട് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡെൽ ഡോട്ട് പി which is equal to linear charge density rho b. ഇതൊരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അന്ന് പഠിച്ചപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ പഠിച്ചപ്പോൾ ഒരു പൊട്ടൻഷ്യലിന്റെ ഒരു ബൗണ്ടറി കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ഈ ഒരു ഡയലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ലീനിയർ ഡയലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു റിലേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് പിയുടെ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആ ഒരു റിലേഷൻ കിട്ടും. പ്രത്യേകിച്ച് ബൗണ്ടറി കണ്ടീഷൻ പെർപെൻഡിക്കുലർ ആ ഒരു കമ്പോണൻസ് ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ വരുന്നില്ല. ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു ഡെൻസിറ്റിയുടെ വാല്യൂ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഫ്രീ ചാർജ് ഡെൻസിറ്റി റോ ബിയുടെ റോ ബി അല്ല റോ എഫ്, ഇതിന്റെ വാല്യൂ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും. അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഡെൽ ഡോട്ട് പി ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് എടുക്കാം. ഡെൽ ഡോട്ട് പി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി ഈസ് ഈക്വൽ ടു റോ എഫ്. ആൻഡ് ഫസ്റ്റ് ഈ പിയുടെ വാല്യൂ ഒന്ന് എടുക്കാം. പിയുടെ വാല്യൂ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ, പി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 സൈ ഇ എന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വാല്യൂ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് എടുക്കുക, ദാറ്റ് ഈസ് എപ്സിലോൺ 0 സൈ ഇ വെക്ടർ. ഇവിടെ നമുക്ക് ഇക്ക് പകരം വേണമെങ്കിൽ ഡി ബൈ എപ്സിലോൺ എന്ന് കൊടുക്കാം, ഡി ബൈ എപ്സിലോൺ. ഡെറിവേഷൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നതാണ്. എപ്സിലോൺ 0 സൈ ഇ ഡി വെക്ടർ ഡിവൈഡ് ബൈ എന്ത് വരും, ഈസ് ഈക്വൽ ടു സിഗ്മ ഈസ് ഈക്വൽ ടു ഡി സി സിഗ്മ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു ഡി, ഇതല്ലേ റിലേഷൻ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും, ഡി ബൈ എപ്സിലോൺ. ഓക്കെ, ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ബൈ എപ്സിലോൺ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. എപ്സിലോൺ 0 ബൈ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 by 1 plus psi e. That is rho b is equal to minus del dot psi e by 1 plus psi e into d. ഇവിടെ നമുക്ക് ഈ ഡെല്ലിനെ എന്ത് ചെയ്യും, ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഡെൽ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഡെൽ ഡോട്ട് ഡി എന്നായിട്ട് മാറും. നമ്മൾ ഗോസസ് ലോ അനുസരിച്ചിട്ട് ഡെൽ ഡോട്ട് ടി എന്ന് വെച്ചാൽ എന്താണ്, എപ്സിലോൺ എഫ് ആണ്. ഓക്കെ, ഗോസസ് ലോയിൽ ഡയലക്ട്രിക് എന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചതേ ഉള്ളൂ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. That is equal to rho b minus psi e by 1 plus psi e into rho f എന്ന്. അതായത് നമുക്ക് എടുക്കുന്ന റിലേഷൻ എന്താണ്,
നമുക്കിവിടെ വേണ്ടി വന്നത് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി റോ ബി, ഇത് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ഈ ബി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീ ചാർജ് ഡെൻസിറ്റി റോ എഫ് എന്ന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പൊ അതാണ് നമ്മളിപ്പോൾ ഡെറൈവ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ട് കണ്ടല്ലോ, ഇവിടെ നമുക്ക് റോ ബി ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊരു കോൺസ്റ്റന്റ് ടേം അല്ലേ, സക്സസിബിലിറ്റി എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് വാല്യൂ കിട്ടത്തുള്ളൂ, വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ എഫ് എന്ന് കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു കണ്ടീഷൻ അവിടെ പ്രൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം വിത്ത് ഡയലക്ട്രിക്, ലീനിയർ ഡയലക്ട്രിക്കിന്റെ കേസിലുള്ള ബൗണ്ടറി പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ കണ്ടീഷൻ, ദാറ്റ് ഈസ് റോ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീ ചാർജ് ഡെൻസിറ്റി റോ എഫ്. നമുക്ക് ഇത്രയും എഴുതി നിർത്തി അവിടെ പ്രൂഫ്. എന്നോട് രണ്ട് കണ്ടീഷൻ കൂടി എക്സ്ട്രാ അവിടെ പറയുന്നത്, that is if the charge is not present in the material, rho is equal to 0. ചാർജ് ഇല്ലെങ്കിൽ, ഫ്രീ ചാർജ് ഇല്ലെങ്കിൽ റോയുടെ വാല്യൂ എന്തായി പോകും, 0 ആയിട്ട് പോകും. അപ്പൊ ആ ഒരു നെറ്റ് ചാർജ് മൊത്തം എന്ത് ചെയ്യത്തുള്ളൂ, സർഫസിൽ മാത്രമായിട്ട് പ്രസന്റ് ആയിരിക്കും. ഫ്രീ ചാർജ് ഇല്ലാത്ത കേസിൽ സർഫസിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ചാർജ് അവിടെ കാണത്തുള്ളൂ. ഇത്രയും കൂടി ഒന്ന് നോക്കുക, ഇത്രയും കണ്ടീഷൻസ് ആണ് അവിടെ വരുന്നത്. ഞാൻ പൊട്ടൻഷ്യലിന്റെ ഒരു ഇക്വേഷൻ അവിടെ പറയുന്നുണ്ട്, ഇക്വേഷൻ നമ്പർ 34, നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് 34, ദാറ്റ് ഈസ് dn1 എന്ന ഈ ഒരു ഇക്വേഷൻ. ഈ റിലേഷൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു റിലേഷൻ അവർ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട് എപ്സ്റ്റോണിന്റെ ടേംസിലോട്ട്, അല്ലെങ്കിൽ എപ്സ്റ്റോൺ ഇയുടെ ടേംസിലോട്ട് മാറ്റി. കാരണം പൊട്ടൻഷ്യലിന്റെ ടേം ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഡയലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേഷൻ ഇതുവരെ ഉള്ളൂ, അതൊരു ചാപ്റ്ററോട് മിക്സ് ആയി കിടക്കുകയാണ് അതിൽ. അത് ശരിക്കും ഇപ്പുറത്ത് വന്നാൽ മതി, ഇക്വേഷൻ 34 can be written as എന്നുള്ളത് തൊട്ട് മുന്നത്തെ സെക്ഷന്റെ കൂടെ വരേണ്ടതാണ്. അവിടെ ആ ഒരു ഇക്വേഷൻ 34 എന്ന് വെച്ച് കഴിഞ്ഞാൽ dn1 minus dn2 which is equal to സിഗ്മ എഫ് എന്നായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഡിയുടെ സ്ഥാനത്ത് അവിടെ എപ്സ്റ്റോണിന്റെ വാല്യൂ, എപ്സ്റ്റോൺ ഇ എന്നൊരു ടേം എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡി ഈക്വൽ ടു എപ്സ്റ്റോൺ ഇ ആണല്ലോ, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് സിഗ്മ എപ്സിലോൺ en1 minus epsilon 2 en2 is equal to sigma f. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ വി ബൈ ഡോ എൻ ആണ്, അതായത് ചേഞ്ച് പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് ഫീൽഡ്, ഡോ വി ബൈ ഡോ എൻ. ഈ ഒരു വാല്യൂ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു, എപ്സിലോൺ 1 ഡോ വി ബൈ ഡോ എൻ മൈനസ് എപ്സിലോൺ 2 ഡോ വി 2 ബൈ ഡോ എൻ is equal to ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ഗ്രേഡിയന്റ് പൊട്ടൻഷ്യൽ ആണ്, നെഗറ്റീവ് വാല്യൂഡ് വരും. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, ഇവിടെ ടോട്ടലി നെഗറ്റീവ് ഔട്ട് സൈഡ് എടുത്തിട്ട് ഇപ്പുറത്ത് കൊടുത്താലും മതിയാവും. സിഗ്മ എഫ് ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇതാണ് റിലേഷൻ, ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ റിലേഷൻ നമ്മൾ ഇത് എടുത്തത് ഇപ്പോൾ ഡോ വി ബൈ ഡെൽ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡോ വി ബൈ ഡോ എൻ ആണ്, ഡോ എക്സ് ആണ്. ഓക്കെ, ഇവിടെ ഏത് കോൺസ്റ്റന്റ് വേണമെങ്കിൽ വരാം, അത് നമ്മുടെ ആക്സിസ് ബന്ധപ്പെട്ടിരിക്കും. ആ റിലേഷൻ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്ത്, ദാറ്റ് ഈസ് എപ്സിലോൺ 1 ഡോ v1 ബൈ ഡോ എൻ മൈനസ് എപ്സിലോൺ 2 ഡോ v2 ബൈ ഡോ എൻ ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ എഫ് എന്ന് കിട്ടും. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ v1 എന്ന് പറയുന്നത് v2 എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും, v1 ഈസ് ഈക്വൽ ടു v2 ആയിരിക്കും. ഇത്രയുമാണ് നമുക്ക് ആ ഒരു ബൗണ്ടറി കണ്ടീഷനിൽ നോക്കിയത്. പൊട്ടൻഷ്യലിന്റെ രണ്ടാമത് പൊട്ടൻഷ്യലിന്റെ കേസ് പ്രത്യേകിച്ച് എടുത്തും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു പ്രൂഫ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് അപ്പുറത്തെ സെക്ഷനിൽ വരെയാണ്, ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഡി ആൻഡ് ഇയിൽ വരേണ്ടതാണ്. അല്ലാതെ നമുക്ക് ലീനിയർ ഡയലക്ട്രിക് ആയിട്ട് ബന്ധമില്ല, ലീനിയർ മിക്സ് ചെയ്ത് നോക്കല്ലേ. ലീനിയർ ഡയലക്ട്രിക് ഈ റോ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റോ എഫ് ഇതുവരെ ആവും ആ ഒരു സെക്ഷൻ തീരുവാണ്. അപ്പോൾ നമുക്ക് റോ ബി അല്ലെങ്കിൽ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ഈ ഫ്രീ ചാർജ് ഡെൻസിറ്റിയുമായിട്ട് പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ.